ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ അതൊരു സെലക്ഷൻ പ്രോസസ്സാണ്. ഒത്തിരി അധികം ആപ്ലിക്കൻസിൽ നിന്ന് ഏറ്റവും ബെസ്റ്റിനെ പിക്ക് ചെയ്യുന്ന ഒരു ഫൈനൽ റൗണ്ട് പ്രോസസ്സാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. കൈൻഡ് ഓഫ് നെഗറ്റീവ് ആക്ടിവിറ്റി ആണ് നമ്മൾ പറയും HR-ലേക്ക്. ഇൻ്റർവ്യൂവിലെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ എഴുതിയിരിക്കുന്നത്. ഗ്രീറ്റിംഗ്സ് ഫ്രം സെയിൻറ്റ് ബെർഗ്മാൻസ് ഓട്ടോണമസ് കോളേജ്, ചങ്ങനാശ്ശേരി. ശതാബ്ദിയുടെ നിറവിൽ നിൽക്കുന്ന സെയിൻറ്റ് ബെർഗ്മാൻസ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം അക്കാദമിക മികവിനെക്കുറിച്ച് പറയുക എന്ന് പറയുന്നത് ഈ സ്ഥാപനത്തിൻ്റെ മേലധികാരി എന്ന നിലയിൽ എനിക്കേറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. പാരമ്പര്യത്തിൻ്റെ വഴിയിലൂടെ ആണ് സഞ്ചരിക്കുന്നത് എങ്കിലും ഏറ്റവും നൂതനമായ അക്കാദമിക സംവിധാനങ്ങൾ ഈ കോളേജിൽ എപ്പോഴും നിലനിർത്തുവാൻ ഈ കോളേജിൻ്റെ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഇവിടെയുള്ള ഭരണ സംവിധാനവും അധ്യാപകരും അനധ്യാപകരും എല്ലാം ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. കോളേജിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തോടെ പറയാൻ പറ്റുന്നൊരു കാര്യം ഈ കോളേജിൻ്റെ അക്കാദമിക മികവ് തന്നെയാണ്. നാളിതുവരെയുള്ള NIRF റാങ്കിങ്ങിൽ കോളേജ് എപ്പോഴും ആദ്യത്തെ 100 കോളേജുകളിൽ ഒന്നായി, രാജ്യത്തെ മികച്ച 100 കലാലയങ്ങളിൽ ഒന്നായി എപ്പോഴും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ NIRF റാങ്കിങ്ങിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 62ാം റാങ്കാണ്. അതേസമയം തന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച 10 കലാലയങ്ങളിൽ ഒന്നായി ഇതെപ്പോഴും നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 116 എയ്ഡഡ് അധ്യാപകരും 67 അൺഎയ്ഡഡ് അധ്യാപകരും 126ഓളം റിസർച്ച് സ്കോളേഴ്സും 58ഓളം റിസർച്ച് ഗൈഡ്സും ഒക്കെയുള്ള 10 റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റുള്ള, അതിലേറെ 13 എയ്ഡഡ് ഡിപ്പാർട്ട്മെൻറ്റും 6 അൺഎയ്ഡഡ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് 19ഓളം ഡിപ്പാർട്ട്മെൻറ്റുകളുമുള്ള ഒരു വലിയ കലാലയമാണ് സെയിൻറ്റ് ബെർഗ്മാൻസ് കോളേജ്, ചങ്ങനാശ്ശേരി. 2014 ഈ കോളേജ് ഓട്ടോണമസ് പദവി കൈവരിക്കുന്നത്. Good morning, all. Please be seated. Hi, everyone. Today, we are going to discuss something which is very much needed for an MBA student. That is called the interview tips. And this class, exclusively, we are arranged for our Shalom TV program called Campus Rhythm. അപ്പോൾ അത് വ്യൂവേഴ്സിന് കുറച്ചും കൂടെ എന്താ പറയുക, ഇതിൻ്റെ ഒരു ഗുണം കുറച്ചുകൂടെ കിട്ടാനായിട്ടും അല്ലെങ്കിൽ ഇതിൻ്റെ കണ്ടൻറ്റ് കുറച്ചുകൂടെ വ്യൂവേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ട് വിൽ ഹാവ് ഇൻ മലയാളം ആസ് വെൽ ആസ് ഇൻ ഇംഗ്ലീഷ്. ഇസ് ദാറ്റ് ഓൾ റൈറ്റ്? ഓക്കെ. സോ വിൽ ഹാവ് സം ഇൻട്രാക്റ്റീവ് കൈൻഡ് ഓഫ് സ്റ്റാഫ്. ഒരു കംപ്ലീറ്റ്ലി ഒരു ക്ലാസ് റൂം വൺ വേ കമ്മ്യൂണിക്കേഷൻ അല്ല ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഐ നീഡ് യുവർ റെസ്പോൺസ് ഓൾസോ. നമ്മൾ ഓൾറെഡി പല നമ്മുടെ ക്ലാസ്സുകളിൽ കൂടെ MBAയുടെ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ കൂടി നമ്മൾ അറിഞ്ഞിട്ടുള്ള ഇൻ്റർവ്യൂ എന്ന് പറയുന്ന നമ്മുടെ വലിയൊരു സെലക്ഷൻ പ്രോസസ്സ് ഉണ്ട് അല്ലേ? നിങ്ങളെല്ലാവരും ക്യാമ്പസ് പ്ലേസ്മെൻറ്റിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുമല്ലേ?
നമ്മുടെ കോളേജിൽ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സാധനമാണല്ലോ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മുടെ സീനിയേഴ്സ് പലരും പല നല്ല കമ്പനീസിലെത്തി. ഇനി നിങ്ങളും എത്തുവോ? Are you sure? Yes, sir. That's great. So, അതിനു വേണ്ടിയിട്ടുള്ള നമ്മൾ ക്ലാസ് റൂമിൽ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമുക്ക് റീടേക്ക് ചെയ്യാം. ഓൾറൈറ്റ്? സോ നമ്മൾ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ അതൊരു സെലക്ഷൻ പ്രോസസ്സാണ്. ഒത്തിരി അധികം ആപ്ലിക്കൻസിൽ നിന്ന് ഏറ്റവും ബെസ്റ്റിനെ പിക്ക് ചെയ്യുന്ന ഒരു ഫൈനൽ റൗണ്ട് പ്രോസസ്സാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. കൈൻഡ് ഓഫ് നെഗറ്റീവ് ആക്ടിവിറ്റിയാണ് നമ്മൾ പറയും HR-ലൊക്കെ. ഇൻ്റർവ്യൂവിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇതിലെ ഫസ്റ്റ് വൺ, സോ കോൾഡ് നോ ദി കമ്പനി. എന്തായിരിക്കാം നോ ദി കമ്പനി എന്ന് ഉദ്ദേശിക്കുന്നത്? ആർക്കെങ്കിലും അറിയോ എന്താ നോ യുവർ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യാ പ്ലീസ് യൂസ് മൈക്ക്. സർ, നോ യുവർ കമ്പനി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി ആ കമ്പനീനെ പറ്റി ഒരു ബേസിക് പിക്ചർ കിട്ടുക. മൈക്ക് കുറച്ചുകൂടെ അടുപ്പിച്ച് പിടിച്ച് പറഞ്ഞു. ഓക്കെ. അതിനകത്ത് ഉദ്ദേശിക്കുന്ന ആ കമ്പനിയുടെ ടേൺ ഓവർ എത്രയാണ്, അവരെന്തൊക്കെ പ്രൊഡക്ട്സാണ് സെല് ചെയ്യുന്നത്, അവരുടെ മാർക്കറ്റ് ഷെയർ വാല്യൂ എത്രയാണ്, അവരുടെ CEO ആരാണ്, ഇങ്ങനെയുള്ള ബേസിക് ഡീറ്റെയിൽസ്. എക്സാക്ട്ലി, ഗ്രേറ്റ്, ദാറ്റ്സ് ഇറ്റ്. ഒരു നല്ലൊരു കൈയ്യടി കൊടുത്തു, നല്ലൊരു ആൻസർ അല്ല. ഒരു ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യമേ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കമ്പനിയെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിരിക്കുക. കമ്പനി എന്താണ്, കമ്പനിയുടെ CEO ആരാണ്, അവരുടെ മാർക്കറ്റ് ഷെയർ വാല്യൂ എന്താണ്, അവരുടെ ലാസ്റ്റ് ഇയറിലെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു വെക്കുക. ആനുവൽ റിപ്പോർട്ടുകൾ എടുത്തു വെച്ച് നമ്മൾ പഠിച്ചു കഴിയുമ്പം കുറേ അധികം നമുക്ക് ഐഡിയ കിട്ടും. എല്ലാ കമ്പനികളിലും ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് കമ്പനിയുടെ വെബ്സൈറ്റിൽ ചെല്ലുക, അവരുടെ പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോസ് നോക്കുക. ഫോർ എക്സാമ്പിൾ ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ അവർക്ക് എന്തെല്ലാം പ്രോഡക്ട്സുകളുണ്ട്, ലോൺ ഉണ്ട്, കാർഡ്സ് ഉണ്ട്, ഡെപ്പോസിറ്റ് സ്കീംസ് ഉണ്ട്, ഇൻഷുറൻസ് സ്കീംസ് ഉണ്ട്. സോ അതിൻ്റെ എല്ലാം ഡിഫറെൻറ്റ് പേരുകൾ, അതിൻ്റെ എല്ലാം ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് എന്താ പറയുക പ്രൈസ്. ഓക്കെ, ഇവൻ ബെർജർ പെയിൻ്റ് ആണെങ്കിൽ അവർക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് പെയിൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതുകൂടാതെ എന്തെങ്കിലും മാനുഫാക്ചറിങ് യൂണിറ്റുകളുടെ സെക്ഷനിലേക്ക് പോകുമ്പോൾ. സോ ഒരു കമ്പനിയുടെ ബേസിക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് വേണം നമ്മൾ ആ ഇൻ്റർവ്യൂവിനെ പ്രിപ്പയർ ചെയ്ത് പോകാൻ. ഇസ് ദാറ്റ് ക്ലിയർ? വഴി അറിയാതെ നമുക്ക് വീട്ടിൽ ചെന്ന് കയറാൻ പറ്റുമോ? ചെല്ലുന്ന കമ്പനിയെക്കുറിച്ച് ഫസ്റ്റ് പഠിക്കുക. ആൻഡ് സെക്കൻഡ് വൺ, നോ ദി ജോബ് ഡിസ്ക്രിപ്ഷൻ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്തായിരിക്കാം അത്? യാ പ്ലീസ്. നോ ദ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ജോബിൻ്റെ നേച്ചർ, എന്തൊക്കെ സ്കിൽസാണ്, എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണ് ആ ജോബിന് വേണ്ടി വേണ്ടത് എന്നുള്ളതല്ലേ? എക്സാക്ട്ലി, ഗ്രേറ്റ്. ഞാനിത് കുറച്ചും കൂടെ ഒന്ന് എലാബറേറ്റ് ചെയ്ത് തരാം. ഒരു ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ ജോലിയെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോർമാറ്റിനെയാണ് നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ JD എന്ന് ഷോർട്ട് ഫോമിൽ നമ്മൾ പറയുന്നത്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് അല്ലേ? നിങ്ങൾ പല കമ്പനിക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഞാൻ പറയാറുണ്ട് JD നോക്ക്, JD നോക്ക്, JD നോക്ക്. എന്തിനാണ് JD നോക്കുന്നത്? അത് മൂന്നാമത്തെ ഈ പോയിന്റോട് വളരെ കണക്റ്റഡാണ്. ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് ആദ്യമേ ചെക്ക് ചെയ്യണം. പിന്നെ പലപ്പോഴും കുട്ടികൾ ചെയ്യുന്നൊരിതാണ്, ഏതെങ്കിലും ഒരു ജോലി കാണും, കയറി അപ്ലൈ ചെയ്യും. പക്ഷേ ആ ജോലിയെക്കുറിച്ചോ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചോ ആ ജോലിയിൽ ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചോ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചോ നോ ഐഡിയ. അത് കഴിഞ്ഞ് ജോലി കിട്ടിക്കഴിയുമ്പോൾ കുറച്ചാൾ എന്നിട്ട് പറയും, സാർ ആ ജോലി പ്രഷറാണ്, ഈ ജോലി പ്രഷറാണ്, അല്ലെങ്കിൽ എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, ഇത് ഇഷ്ടപ്പെട്ടില്ല, എങ്ങനെയൊക്കെ പറയും. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കാനായിട്ട് ഏതൊരു ജോലി ആയിക്കോട്ടെ, അത് ഗവൺമെൻറ് സെക്ടർ ആയിക്കോട്ടെ, പ്രൈവറ്റ് സെക്ടർ ആയിക്കോട്ടെ, എപ്പോഴാണെങ്കിലും ജോലി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ആ JD ജോബ് ഡിസ്ക്രിപ്ഷൻ കൃത്യമായിട്ട് വായിച്ചു നോക്കണം. നിങ്ങൾക്കൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്, റൈറ്റ് അല്ലേ? നിങ്ങൾ പല JDയും കണ്ടിട്ടില്ലേ? JDക്കകത്ത് എന്തൊക്കെയാണ് മെയിനായിട്ട് കാണാറുള്ളത്? ഒന്ന്, കമ്പനി ഡീറ്റെയിൽസിൻ്റെ ബ്രീഫിംഗ് കാണും അല്ലേ, ടൈറ്റിൽ ഓഫ് ദി ജോബ് കാണും, സാലറി ദേ ആർ ഓഫറിങ്, ലൊക്കേഷൻ യു ആർ ഗോയിങ് ടു വർക്ക്, ആൻഡ് ജോബ് ആൻഡ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി യു ആർ ഗോയിങ് ടു അണ്ടർടേക്ക്. ആ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി വായിച്ച് നോക്കിയിട്ട് എനിക്ക് പറ്റിയ ജോലിയാണോ അതെന്നുള്ളത് തീരുമാനിക്കണം. അപ്പോൾ മാർക്കറ്റിംഗ് ഇഷ്ടമില്ലാത്ത ഒരാൾ മാർക്കറ്റിംഗ് ജോബിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല. HR ഇഷ്ടമുള്ള ഒരാൾ HR ജോബിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല. ആ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഏത് ജോബിന് പോകുമ്പോഴും ജോബ് ഡിസ്ക്രിപ്ഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുക. ഇനി ഇൻ്റർവ്യൂ പോയിന്റ് ഓഫ് വ്യൂവിൽ പോകുമ്പം ആ JDയിൽ പറഞ്ഞിട്ടുള്ള കാര്യം കുറച്ചും കൂടെ നമ്മൾ തറോ ആക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ. അവർ ക്രോസ് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ JDയിൽ പറഞ്ഞിരിക്കുന്ന റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ചെയ്യാൻ കഴിവുള്ള ഒരാളാണോ നിങ്ങൾ എന്നായിരിക്കും അവർ ചെക്ക് ചെയ്യുന്നത്. അപ്പം JD മനസ്സിലാക്കുക, ആ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിക്ക് പറ്റിയ സ്കിൽ സെറ്റ് അവർ അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരിക്കും. ആ സ്കിൽ സെറ്റ് നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഇൻ്റർവ്യൂ പോയിന്റ് ഓഫ് വ്യൂ. ക്ലിയർ? സോ വിൽ ഗോ ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് കോൾഡ് നോ യുവർ CV. ഏതൊരു ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പും യു ഷുഡ് thoroughly know your CV. ചുമ്മാ CVക്കകത്ത് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുന്നതല്ല ചിലപ്പം നമ്മൾ ചെയ്യാറുള്ളത്. നിങ്ങൾ ചെയ്യാറുള്ളതെന്നല്ല, നിങ്ങൾ നല്ല പിള്ളേരായിരിക്കാം. പക്ഷേ പലരും CV-യൊക്കെ നെറ്റിൽ നിന്ന് Ctrl+C Ctrl+V, വാട്ട് ഈസ് ദാറ്റ്? കോപ്പി പേസ്റ്റ്. അങ്ങനെ ചെയ്യത്തില്ല.
അങ്ങനെ ചെയ്യുകയും ചെയ്യരുത്, അല്ലേ? പല കുട്ടികളും അങ്ങനെ ചെയ്യുന്ന കാണാറുണ്ട്. സോ സി വി പ്രിപ്പയർ ചെയ്യുമ്പോഴും വളരെ കെയർഫുൾ ആയിരിക്കണം. ആ സി വി എപ്പോഴും ജെ ഡിയുമായിട്ട് കണക്ട് ചെയ്ത് വേണം സി വി പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരാനായിട്ട്. സി വിക്കകത്ത് ജെ ഡിയിൽ പറഞ്ഞിട്ടുള്ള സ്കിൽ സെറ്റുകൾ എപ്പോഴും നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അല്ലേ? സി വിയിൽ എപ്പോഴും ജെ ഡിയിൽ പറഞ്ഞിട്ടുള്ള സ്കിൽ സെറ്റുകളുടെ ടേംസ് ആൻഡ് ടെർമിനോളജീസ് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക, ഒന്നാമത്തെ കാര്യം. 2, സി വി കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം നിങ്ങൾ ജോലിക്ക് പോകാൻ. കാരണം പെട്ടെന്നൊരു ചോദ്യം ചോദിക്കുക, വാട്ട് ഈസ് യുവർ ജോബ് ഡിസ്ക്രിപ്ഷൻ, അല്ലെങ്കിൽ കരിയർ ഒബ്ജക്റ്റീവ് എന്ന് ചോദ്യം. നമ്മൾ സി വിയിൽ ആദ്യത്തെ ടൈം കരിയർ ഒബ്ജക്റ്റീവ്, അല്ലേ? അതൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോകാം. എന്തൊക്കെ സ്കിൽ സെറ്റ് ആണെന്ന് കൃത്യമായിട്ട് പഠിച്ചിട്ട്. സോ സി വിക്കകത്ത് എന്തൊക്കെയായിരിക്കും സാധാരണ വേറെ എന്തൊക്കെ കാണാറുള്ളത്? ക്യാൻ എനിവൺ ആൻസർ? നോ യുവർ സി വി എന്ന് പറയാം. സർ, സി വി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കാൻഡിഡേറ്റിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് സി വി എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൽ കാൻഡിഡേറ്റിൻ്റെ വർക്ക് എക്സ്പീരിയൻസ്, കരിയർ ഒബ്ജക്റ്റീവ്സ്, പിന്നെ അച്ചീവ്മെന്റ്സ്, സ്കിൽ സെറ്റ്സ്, ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. എക്സാക്ട്ലി, ഗ്രേറ്റ്. സോ ഒരു നല്ല ആൻസർ ആയിരുന്നു. അപ്പോൾ അതിനകത്ത് പറഞ്ഞാൽ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ചുമ്മാ സി വിയിൽ ടൈപ്പ് ചെയ്യുമ്പോൾ കയറ്റി വെക്കുന്നതല്ലാതെ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അതൊരു തറവായിട്ട് അല്ലെങ്കിൽ അതൊന്ന് കൃത്യമായിട്ട് ഒന്നുകൂടെ ഒന്ന് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. കാരണം സി വി ആണ് നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇൻ്റർവ്യൂവിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സി വി ഈസ് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യമേ സെൽഫ് ഇൻട്രോ അവർ ചോദിക്കുക, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് പറയും. അതിനുശേഷം അവർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സി വിയിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ്. പിന്നെ ആ ക്വസ്റ്റ്യൻസിനെ കണക്ട് ചെയ്ത് മാലപ്പടക്കം പൊട്ടുന്ന പോലെയാണ് പൊട്ടി 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 ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് അവർ കൊണ്ടുപോകുന്നത്. സോ യുവർ ആൻസർ ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗോൾഡൻ റൂൾ ഓഫ് ഇൻ്റർവ്യൂ. യുവർ ആൻസർ ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാരണം നിങ്ങൾ ഇൻ്റർവ്യൂവിനകത്ത് പറയുവാണ്, ഞാൻ ഇന്ന സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് യേൽ യൂണിവേഴ്സിറ്റി കോഴ്സറ സർട്ടിഫിക്കേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ സെൽഫ് ഇൻട്രോയിൽ പറഞ്ഞെങ്കിൽ അതിൽ നിന്നായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ, അതിൻ്റെ ആൻസറിൽ നിന്നായിരിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ അതൊരു ക്ലിയർ ആണല്ലോ? യെസ്. സോ നെക്സ്റ്റ് വൺ, ദാറ്റ് ദ ലാസ്റ്റ് പോയിന്റ് വിച്ച് ഐ വോണ്ട് ടു ഡിസ്കസ്, ദാറ്റ് നോ യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ്. എന്തായിരിക്കാം അതുകൊണ്ട് ഉദ്ദേശിക്കുക? നമ്മളൊരു ഇൻ്റർവ്യൂവിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ ആണ് സ്ട്രെങ്ത് അല്ലെങ്കിൽ വീക്ക്നെസ്. മെയിനായിട്ട് സ്ട്രെങ്ത് എന്ന് പറയുമ്പം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അതൊക്കെ ആയിരിക്കും. അതിന് നമ്മൾ പലപ്പോഴും പിച്ച് ചെയ്ത് സംസാരിക്കാറുണ്ട്. പക്ഷേ വീക്ക്നെസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ സംസാരിക്കണം എന്നറിയത്തില്ല. അതായത് നമ്മൾ പലപ്പോഴും ഡീറ്റെയിൽ ഓറിയൻറ്റഡ് പേഴ്സൺ ആണെന്ന് പറയുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ടൈം വേസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. Alright, that's a great answer. So, know your strength and weakness. ആ പറഞ്ഞ ആൻസറോട് കുറച്ചുകൂടെ എക്സ്ട്രാ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു ഗുസ്തി മത്സരത്തിനായിട്ട് നമ്മൾ പോകാൻ പോവുകയാണ്. നമ്മുടെ ശത്രുവിനെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടായിരിക്കും നമ്മൾ പോകുന്നത്, അല്ലേ? ധോനി കളിക്കാൻ ഇറങ്ങുമ്പോൾ ഓപ്പോസിറ്റ് ടീമിലെ ബൗളേഴ്സിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയും, പിച്ചിനെ കുറിച്ച്, എല്ലാ കളങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിട്ടായിരിക്കും മത്സരത്തിന് പോകുന്നത്. അതാണ് നമ്മൾ ഈ മേളിൽ ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം, അല്ലേ? ഇനി അതിനെ ഓപ്പോസിറ്റ് ചെയ്ത് നിൽക്കാനായിട്ടുള്ള കപ്പാസിറ്റി നമുക്കുണ്ടോ എന്നുള്ളത് നമ്മൾ സെൽഫായിട്ട് റിവ്യൂ ചെയ്തെടുക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ എൻ്റെ വീക്ക്നെസ്സസ്, എല്ലാവരും എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് അല്ല. ചിലർ കമ്മ്യൂണിക്കേഷൻ നല്ലതായിരിക്കും, ചിലർ അറ്റയറിൽ നല്ലതായിരിക്കും, പ്രസൻറ്റബിൾ ആയിരിക്കും, ചിലർക്ക് നല്ല സബ്ജക്റ്റ് നോളജ് കാണും, ചിലർക്ക് സബ്ജക്റ്റ് നോളജ് വീക്ക് ആണെങ്കിൽ ചിലർ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ കപ്പാസിറ്റി കാണും. സോ എല്ലാവരും ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ ഇൻഡിവിജ്വലി റിച്ച്. നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പോരായ്മ തോന്നുന്നത്. ഇൻഡിവിജ്വലി ഓൾ ആർ ഗ്രേറ്റ്, റൈറ്റ്? സോ അപ്പോൾ നമ്മൾ ആ ഒരു കമ്പാരിസൺ നടത്തി, സെൽഫ് ഇവാലുവേഷൻ, സോട്ട് അനാലിസിസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സോട്ട് അനാലിസിസ് പോലെ നമ്മൾ നടത്തി എൻ്റെ സ്ട്രെങ്ത് ആണ്, എൻ്റെ വീക്ക്നെസ്സസ് എന്താണ്, ആ വീക്ക്നെസ്സസിനെ ഓവർകം ചെയ്യാനായിട്ട് എൻ്റെ സ്ട്രെങ്ത് എത്രത്തോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് ബാക്ക്ഗ്രൗണ്ട് വർക്കുകളിൽ ചെയ്യേണ്ട മെയിൻ കാര്യങ്ങൾ. അപ്പം ഫസ്റ്റ് വൺ എന്താണ്? സോ ബിഫോർ അപ്ലൈയിങ്, നോ ദി പ്ലേ ഗ്രൗണ്ട്. എവിടേക്കാണ് നിങ്ങൾ കളിക്കാൻ പോകുന്നത്? ഓസ്ട്രേലിയക്കാണോ പോകുന്നത്? സ്വന്തം പ്ലേ ഗ്രൗണ്ടിലാണ് കളിക്കാൻ പോകുന്നത്. ധോനി കളിക്കാൻ ഇറങ്ങുന്ന ഓർത്താൽ മതി. സെക്കൻഡ് വൺ, അല്ലേ, നമുക്ക് എറിയാൻ വരുന്ന ഓപ്പോസിറ്റ് എറിയാൻ പോകുന്ന ബോൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കണം. 3, സി വി, നമ്മുടെ കയ്യിലുള്ള ആകപ്പാടെയുള്ള ബാറ്റ്, ഫസ്റ്റ് ബാറ്റ് ഇതാ, അല്ലേ? സോ സി വി. തേർഡ് വൺ, ഹെലികോപ്റ്റർ ഷോട്ട് എടുക്കണോ മുട്ടണോ ദ്രാവിഡിനെ പോലെ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഇവിടാണ്. സോ ദീസ് ആർ ദി മെയിൻ പോയിന്റ്സ് വിച്ച് യു ആർ ഗോയിങ് ടു ലൈക്ക് ഏതൊരു ഇൻ്റർവ്യൂവിൽ പോയാലും നമ്മൾ കെയർഫുള്ളായിട്ട് മാനേജ് ചെയ്യേണ്ട കാര്യം. ആൻഡ് ദ ലാസ്റ്റ് 3 points വിച്ച് ഈസ് കൈൻഡ് ഓഫ് ഒരു അഡീഷണൽ ടിപ്സ് ആണ്. ദാറ്റ് ഇസ് കോൾഡ് 3 T's: ടൈം, ടോക്ക്, ടിപ്പ്. പെട്ടെന്ന് ഈ വേർഡ് കിട്ടുമ്പോൾ എന്തൊക്കെയായിരിക്കും ഇൻ്റർവ്യൂ ആയിട്ട് കണക്ട് ചെയ്ത് തോന്നുന്നത്? എന്തെങ്കിലും പറയാൻ പറ്റുമോ? യാ സർ, ടൈമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരുങ്ങുന്നു, പ്രിപ്പയർ ആവുന്നത്. ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി നമ്മൾ എങ്ങനെ പ്രിപ്പയർ ആവുന്നു, സി വി, നമ്മൾ പ്രിപ്പറേഷൻ, അതൊക്കെയാണ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടോക്ക് ഉദ്ദേശിക്കുന്നത് നമ്മൾ എങ്ങനെ ഒരു ഇൻ്റർവ്യൂ ബോർഡുമായിട്ട് നമ്മൾ സംസാരിക്കുന്നു, അവരെ നമ്മൾ എങ്ങനെ അഭിസംബോധന ചെയ്യുന്നു. പിന്നെ ടിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഗ്രൂംഡ് ആണോ, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പ്രസൻറ്റബിൾ. ഓക്കെ, ഗ്രേറ്റ്. സിറ്റ്. എക്സാക്ട്ലി ആ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. യു ഷുഡ് ബി, ടൈം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മേ ബി ഒരു കാര്യം പറയാം, കൃത്യസമയത്ത് എത്തുക. 9 മണിക്ക് ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ 9 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
9 മണിക്ക് നമ്മൾ എത്തുമോ? എത്തും. നല്ല പിള്ളേരൊക്കെ എത്തും. മോശം പിള്ളേരുണ്ടോ? ഇല്ല. അപ്പോൾ നല്ല പിള്ളേരൊക്കെ 9 മണിക്ക് എത്തുമെന്ന് പറയുന്ന പോലെ തന്നെ 9 മണിക്ക് ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ യു ഷുഡ് ബി ദെയർ ബൈ അറൗണ്ട് 8:45 എങ്കിലും നമ്മൾ എത്തണം. ഒരു കുറച്ച് പ്രയറായിട്ട് എത്താൻ പഠിക്കുക. പിന്നെ ടൈം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റുഡൻറ്റ് പറഞ്ഞതുപോലെ ബി ഓൺ ടൈം പോലെ തന്നെയാണ് നമ്മൾ അതിന് മുമ്പ് ചെയ്തു തീർക്കേണ്ട വർക്കുകൾ. പലപ്പോഴും ചില സ്റ്റുഡൻസ് ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നാളെ ഇൻ്റർവ്യൂ ആണെങ്കിൽ അല്ലെങ്കിൽ 9 മണിക്ക് ഇൻ്റർവ്യൂ ആണെങ്കിൽ 8:30 പ്രിൻ്റ് എടുക്കാൻ പോകുന്ന സ്വഭാവം, CV പ്രിൻ്റ് എടുക്കാൻ പോകുന്ന സ്വഭാവം, ഷർട്ട് അയൺ ചെയ്യുന്നത്. സോ അതൊക്കെയാണ് ഈ ടൈം എന്നുള്ളൊരു ഇതാണ്. എല്ലാം അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് ഡേ ബിഫോർ അത് അല്ലെങ്കിൽ 1 ഡേ ബിഫോർ അതെല്ലാം ക്ലിയർ ചെയ്ത് റെഡിയായി പോകാനുള്ള ഫയൽ സെറ്റാക്കി വെക്കുക. പക്ഷേ ഫയൽ സെറ്റാക്കി വെച്ചാലും പഴയ കരിക്കിൻ്റെ സിനിമയ്ക്കകത്ത് മറ്റേ ലോലൻ എഴുതി വെച്ച പോലെ അവസ്ഥ ചില CV-യിലൊക്കെ അവസാനം കാണാറുണ്ട്. അതൊക്കെ മാറാനായിട്ട് ശ്രദ്ധിക്കുക. സോ ബി ഓൺ ടൈം, പ്രിപ്പയർ വെരി വെൽ. നമ്പർ 2, ടോക്ക്. പൊളൈറ്റായിട്ട് സംസാരിക്കുക, കൃത്യമായിട്ട് കാര്യങ്ങൾ ടു ദി പോയിന്റ് സംസാരിക്കുക. ഒത്തിരി വലിച്ച് നീട്ടി പറയേണ്ട കാര്യമൊന്നുമില്ല, ചെറുതായിട്ട് പറഞ്ഞാൽ മതി കാര്യങ്ങൾ. ക്ലിയർ ആയിരിക്കണം, ഓഡിബിൾ ആയിരിക്കണം, ലാംഗ്വേജ് എറർ ഫ്രീ, ഗ്രാമർ മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെ ഉള്ള രീതിയിലായിരിക്കണം. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഇറ്റ്സ് ടിപ്പ്, യു ഷുഡ് ബി വെൽ ഗ്രൂംഡ്. അത് നമ്മൾ വേറൊരു പറയാമെന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് ബി പ്രസൻറ്റബിൾ എന്ന് വേണമെങ്കിൽ പറയാം. പ്രസൻറ്റബിൾ. സോ വെൽ ഗ്രൂംഡ് എന്നുള്ളത് ഗേൾസ് ആയാലും ബോയ്സ് ആയാലും എൻറ്റയർലി ഡിഫറെൻറ്റ് ഒരു നേച്ചർ കൺസെപ്റ്റാണ്. സോ ഗ്രൂമിങ്ങിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽഡ് സെഷൻസ് ഉണ്ട്. അപ്പം അത് നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, ബോയ്സ് ആണെങ്കിൽ ഷുഡ് ബി ഇൻഫോർമൽസ്, ഗേൾസ് ആണെങ്കിലും ഷുഡ് ബി ഇൻഫോർമൽ. സോ ഫോർമൽസ് എന്നുള്ളത് ഡ്രസ്സിങ്ങിൻ്റെ പാറ്റേണിലാണെങ്കിൽ ബോയ്സ് ഫുൾ സ്ലീവ് ലൈറ്റ് കളർ ഷർട്ട്, ടൈ, ഫുൾ പ്രോപ്പർ ഷേവിങ്, പാൻ്റ് ആണെങ്കിലും ഇൻഷർട്ടഡ് ആയിരിക്കണം, ബെൽറ്റും നിങ്ങളുടെ ഷൂവും ഒരേ കളറായിരിക്കണം. സപ്പോസ് യു ആർ യൂസിങ് ബ്ലാക്ക് ബെൽറ്റ്, യു ഷുഡ് ഗോ ഫോർ ദ ബ്ലാക്ക് ഷൂ. ഇഫ് ഇറ്റ് ഇസ് ബ്രൗൺ, യു ഷുഡ് ഗോ വിത്ത് ദ ബ്രൗൺ. ആൻഡ് ടൈയുടെ ലെവലാണെങ്കിൽ ഇഫ് യു ആർ മാരീഡ്, യു ഷുഡ് കീപ് യുവർ ടൈ ജസ്റ്റ് ബിഫോർ ദി കപ്പിൾ. ഇഫ് യു ആർ നോട്ട് മാരീഡ്, യു ക്യാൻ കീപ് ഇറ്റ് ഇസ് ജസ്റ്റ് ബിലോ യുവർ ബെൽറ്റ് ബക്കിൾ. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. ഗേൾസ് ആണെങ്കിലും പ്രോപ്പർ മൈൽഡ് മേക്കപ്സിലേക്ക് പോവുക, മൈൽഡ് ലിപ്സ്റ്റിക്, ആക്സസറീസ് ഒന്നും സൗണ്ട് ഉണ്ടാക്കുന്ന മറ്റേ നാഗവല്ലി വരുന്ന ടൈപ്പ് ചിലങ്കയൊക്കെ ഇട്ടുകൊണ്ടൊക്കെ ചില ഇൻ്റർവ്യൂവിനും ഷുഡ് നോട്ട് ബി ലൈക്ക് ദാറ്റ്. ലൈറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക. കഴിയുന്നതും ഈ കൊലുസ് അങ്ങനത്തെ കാര്യങ്ങൾ മാറ്റുക. ചെറിയ ഡാങ്കിൾ ഒന്ന് സ്റ്റഡ് ആകുക. ഓക്കെ. ആൻഡ് മൈൽഡ് മേക്കപ്പ്, പ്രോപ്പർ ഹെയറിങ് ആൻഡ് വെൽ ഡ്രസ്ഡ്. ഇതൊക്കെയാണ് പൊതുവേ നമ്മൾ കാണാറുള്ളത്. സോ അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിൻ്റെ ബേസിക് കാര്യങ്ങൾ നമ്മൾ ക്ലാസ് റൂമിൽ ഒന്ന് ഡിസ്കസ് ചെയ്തതായിരുന്നു. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോർ ദി ഷാലോൺ TV നമ്മളതൊന്നും കൂടെ ആ ഒരു ക്ലാസ് ഒന്നും കൂടെ റീക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിൻ്റെ ഒരു ബേസിക് ഐഡിയ നമുക്കറിയാം. അതിൻ്റെ ഒരു അഡ്വാൻസ് വേർഷനിലേക്ക് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ഇൻ്റർവ്യൂ പ്രോസസ്സുകൾ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ട്രെയിനിങ് സെഷൻസിൽ ഇനി അത് കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ടു ദി ഓഡിയൻസ്, പല ഇൻ്റർവ്യൂകളിലും കുട്ടികൾ പ്രിപ്പയർഡ് ആകാതെ പോകുന്നതുകൊണ്ടാണ് അവർക്ക് അത് വിജയകരമായി പൂർത്തീകരിക്കാൻ പറ്റാത്തത്. ഇന്ന് നമ്മുടെ മലയാളികൾ നാട് വിട്ട് പുറം രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന ഒരു റീസൺ നാട്ടിൽ ജോലിയില്ല എന്നുള്ളതാണ്. അത് ആക്ച്വലി ഒരു ശരിയായൊരു പ്രസ്താവനയല്ല. നാട്ടിൽ ആവശ്യത്തിന് ജോലിയുണ്ട്. ജോലിക്ക് നിങ്ങൾ കോമ്പറ്റിംഗ് ആണോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. ആ കോമ്പിറ്റൻസി ബിൽഡ് ചെയ്യുകയും ഇൻ്റർവ്യൂ ടൈമിൽ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത് കൃത്യമായിട്ട് നിങ്ങളെ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഇൻ്റർവ്യൂവും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഇൻ്റർവ്യൂ എങ്കിലും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഷാലോൺ TVയുടെ ക്യാമ്പസ് റിതം എന്ന് പറയുന്ന ഈ പ്രോഗ്രാം പല ക്യാമ്പസുകളെ പരിചയപ്പെടുത്തുകയും അറ്റ് ദ സെയിം ടൈം നിങ്ങളിലേക്ക് ചെറിയ ഇൻഫർമേഷൻസ് എത്തിക്കുകയുമാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ കോളേജ് SB കോളേജ് MBA ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങളുടെ മുമ്പിൽ ഈ തന്നിരിക്കുന്ന ഇൻ്റർവ്യൂ ടിപ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിലും കുട്ടികളുടെ ഇടയിലേക്കും കൊണ്ടുവരാം. I believe it will be a useful one. And thank you so much for your attention. See you in next class. Thank you so much. Signing off. ഷാലോം TV കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അവരുടെ പ്രവർത്തനങ്ങളെയും അടിസ്ഥാനമാക്കി ക്യാമ്പസ് റിഥം എന്ന പ്രോഗ്രാം അവതരിപ്പിക്കാൻ തീരുമാനിക്കുകയും ചങ്ങനാശ്ശേരി SB കോളേജ് അതിലെ ഒരു പ്രമുഖ വിദ്യാലയമായി കൺസിഡർ ചെയ്യുകയും ചെയ്തു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു വസ്തുതയാണ്. കേരളത്തിൽ 100 വർഷം പിന്നിട്ട ചങ്ങനാശ്ശേരി SB കോളേജ് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുക്കുന്ന, കുട്ടികളുടെ വളർച്ചയ്ക്ക് വികാസത്തിന് മുൻകരുതൽ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. 1995 SB കോളേജ് MBA ആരംഭിക്കുകയും അത് ഒരു നല്ല രീതിയിൽ നടത്തണം, വ്യത്യസ്തമായിരിക്കണം എന്നുള്ള ഒരു ചിന്തയോടുകൂടി പല പുതിയ ആക്ടിവിറ്റികൾ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവരികയും ചെയ്തു. കോളേജ് ഓട്ടോണോമസ് ആയപ്പോൾ അതിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ കൂടുതൽ വ്യക്തിത്വം കൊണ്ടുവരാനായിട്ട് വർക്ക്മാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് എന്ന പേരിൽ ആണ് ഇവിടെ MBA നടത്തുന്നത്.
3 പ്രാഥമികമായ ഉദ്ദേശങ്ങളാണ് SP കോളേജ് MBA സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇൻ ഇംഗ്ലീഷ് യു ക്യാൻ സേ 3 C's ഓഫ് മാനേജ്മെൻറ്റ്: ക്യാരക്ടർ, കൺസെപ്റ്റ്, കോമ്പിറ്റൻസ്. ഇവിടെ നിന്നിറങ്ങുന്ന ഒരു വിദ്യാർത്ഥി ഒരു നല്ല ക്യാരക്ടർ, നല്ല സ്വഭാവം ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം. ഹി ഷുഡ് ബി ഡിസിപ്ലിൻഡ്, ക്വാളിറ്റി ഓറിയൻറ്റേഷനുള്ള, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിയായി വേണം പുറത്തേക്ക് വരുവാൻ. ഇതൊരു അക്കാഡമിക് സ്ഥാപനമാകുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥിക്ക് അവൻ്റെ ഫങ്ഷണൽ ഏരിയയിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അറിവുണ്ടാകണം. അതുകൂടാതെ ഒരു തൊഴിൽ ചെയ്യാൻ അത് എങ്ങനെ ചെയ്യണം, എന്തുകൊണ്ട് ചെയ്യുന്നുള്ള അറിവോടുകൂടി എങ്ങനെ അതിനെ ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ശ്രദ്ധയോടുകൂടി ചെയ്യാനുള്ള കഴിവുണ്ടാകണം. നല്ല കമ്മ്യൂണിക്കേഷൻ, നല്ല പെരുമാറ്റം, മറ്റുള്ളവരും ടീമായിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്യാനുള്ള കഴിവ്. ഇങ്ങനെ ഈ 3 ഫോക്കസിലാണ് ഇവിടുത്തെ നമ്മൾ MBA പ്രോഗ്രാം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അക്കാഡമിക് സിലബസിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് പോലെ തന്നെ സ്റ്റുഡൻറ്റ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റികൾ, പേഴ്സണാലിറ്റി ബിൽഡിംഗ് ആക്ടിവിറ്റികൾ, ഇതിനെല്ലാം ഒരു 40% സമയം അതിനുവേണ്ടി മാറ്റിവെക്കുകയാണ്. രാവിലെ 9 മുതൽ 10 മണി വരെയും വൈകിട്ട് 4:15 മുതൽ 5:15 വരെയും ശനിയാഴ്ചകളിലും ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും കരിയർ ഡെവലപ്മെൻറ്റും നമ്മൾ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയായി ഇവിടെ നടത്തും. അക്കാഡമിക് സെഷൻ 10 മുതൽ 4 വരെ നടത്തും. ഇവിടെ നിറങ്ങുന്ന വിദ്യാർത്ഥിക്ക് തൊഴിൽ കിട്ടുക എന്നുള്ളത് മാത്രമല്ല, തൊഴിൽ കിട്ടുക എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് തൊഴിലിൽ എങ്ങനെ ചെയ്യാൻ പറ്റും, ദ വർക്ക് പ്ലേസ് മാനേജ്മെൻറ്റ്, അത് ഒരു നല്ലൊരു കോൺട്രിബ്യൂട്ടറായി ഒരു ഭാവിയിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എവിടെയാണോ ജോയിൻ ചെയ്യുന്നത് ആ ഓർഗനൈസേഷൻ്റെ ഒരു അസറ്റായി വിദ്യാർത്ഥി മാറണം എന്ന ഒരു ദീർഘകാല ചിന്തയാണ് നമ്മളെ നയിക്കുന്ന പ്രധാനമായ കൺസിഡറേഷൻ.